അസ്സലാമലൈക്കും, ഹലോ, ഹായ്. നമ്മുടെ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമാണ്. ഗുഡ് മോർണിംഗ് പറ. ശരിക്കും പറേ ഇതാരുടെ ടീഷർട്ട് മുത്തേ? ഉമ്മാൻ്റെ. നല്ല രസമുണ്ട് ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസത്തെ, അതായത് ഒരു ദിവസത്തെ ഫുള്ളുണ്ട്, പിന്നെ പിറ്റേ ദിവസത്തെ മോർണിംഗ് കുറച്ച് വൈബ് ഉണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗാണ്. ഇത് ഉമ്മാൻ്റെ കൃഷിയാണ്, ക്യാബേജൊക്കെ ആണെന്ന് തോന്നുന്നത് കേട്ടോ. അത് കാണുന്നത് കണ്ടില്ലേ. പിന്നെ പയറുണ്ട്, ഫ്രണ്ടിൽ ഉമ്മ കുറച്ച് നട്ട കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മുന്നിലുള്ള മാവും അതുപോലെ പപ്പായ പ്രത്യേക ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശ, ചട്നി, തക്കാളി ചട്നി ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോൾ ദോശ, ഇഡലി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പത്തിരി ചപ്പാത്തിയൊക്കെ പരത്തിയിട്ടും കുഴച്ചിട്ടൊക്കെ മതിയാകും. നമ്മളധികം പത്തിരി ഇപ്പോൾ മേടിക്കാറാണ്, കാരണം മെമ്പേഴ്സ് കൂടിയില്ലേ, അത് കാരണം മേടിക്കാറാണ്. പിന്നെ ഞങ്ങൾക്കൊക്കെ കുറച്ച് മടിയാണ് കേട്ടോ ഈ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ. അത് കാരണം ഉമ്മ ഇനി ഉണ്ടാക്കണം നമുക്കൊരു ദിവസം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഉണ്ടാക്കണം എന്നൊക്കെ. നമ്മളാണെങ്കിലോ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് മടിച്ചികളുമാണ്. അങ്ങനെ പിള്ളേർക്കൊക്കെ ഫുഡ് കൊടുക്കുകയാണ്. ഇന്നലെ കുറേ നാളത്തിന് ശേഷം നമ്മുടെ കമൻറ്റ് ബോക്സ് ഓൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാനൊരു കമൻറ്റ് കണ്ടേ, അവൾ മനഃപൂർവ്വം ഓഫാക്കി വെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ എന്തിനും ഓഫാക്കി വെക്കണം, കുട്ടികളുണ്ടായതുകൊണ്ട് യൂട്യൂബ് തന്നെ ഓഫാക്കുന്നതാണ്. അതിൽ മാനുവലായിട്ട് ഓണാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ 1, 2, 3 പ്രാവശ്യം അത് ഓണാക്കും, ബട്ട് ഓട്ടോമാറ്റിക്കലി വീണ്ടും അത് ഓഫാവും. ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവാറ്. അപ്പോൾ പിള്ളേരെയും കൊണ്ട് റീലെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് സിസ്റ്റർ. അവൾക്ക് നാണായിട്ടോ, കണ്ടില്ലേ, നന്നായി ഡാൻസ് എല്ലാം കളിക്കും. പക്ഷേ എല്ലാവരും ചുറ്റും നിന്നപ്പോൾ അവൾക്ക് നാണായിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആമിക്കുട്ടിനെയും കൊണ്ട് എടുക്കാമെന്ന് വിചാരിച്ച് അവളൊക്കെ റെഡിയാക്കിയതാണ്. പക്ഷെ മൊത്തം ഫ്ലോപ്പായിട്ടോ ഇന്നലത്തെ റീലെടുക്കൽ ശരിയായില്ല. അങ്ങനെ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ലഞ്ച് സ്പെഷ്യലാക്കുന്നത് ഇത്താടെ സ്പെഷ്യൽ പ്രോൺസ് ബിരിയാണിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ജീരകശാലയുടെ 6 നാഴി അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ കഴുകിയാണ്ട് ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി എടുക്കണം. പിന്നെ അവളിതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കുന്നുണ്ട്. പിന്നെ വലിയുള്ളിയൊക്കെ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾ ബിരിയാണി വെക്കല്ലേ, ആ നേരം കൊണ്ട് നമുക്ക് സാലഡ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇങ്ങനെ ഇടുന്ന കണ്ടപ്പോൾ തന്നെ അവൾ അയ്യോ എന്തിനാ എത്ര പച്ചമുളക്, മാറ്റിക്കേ എരിഞ്ഞിതാവാനാന്നൊക്കെ ചോദിച്ചേ. അപ്പം നമ്മൾ കുറച്ചെടുത്ത് മാറ്റിയിട്ടോ. പിന്നെ 1, 2 ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തു. പച്ചമുളക് ഇല്ലാണ്ട് എന്ത് സാലഡ് അല്ലേ. അവൾ പറഞ്ഞത് വലുതാക്കി മുറിച്ചിട്ടാൽ മതി, അപ്പോൾ എടുത്ത് മാറ്റാമല്ലോ എന്ന്. പക്ഷേ എനിക്കാണെങ്കിൽ ചോപ്പ് ചെയ്തിട്ടത് ശീലമായി. അപ്പം ഞാൻ അവളറിയാണ്ട് കുറച്ച് ചോപ്പ് ചെയ്തിട്ടു കേട്ടോ. പിന്നെ വലിയുള്ളിയും ഒക്കെ ചോപ്പ് ചെയ്തിട്ടു. പിന്നെ അതുപോലെ തൈര് ഒഴിച്ചു, ഉപ്പിട്ട് എടുത്തു. അനാറുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിലേക്ക് അനാറിടുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കും. ഇത് 2 നേരത്തിനാണെന്നൊക്കെ പറഞ്ഞിട്ടോ ഉണ്ടാക്കുന്നത്. ഉണ്ടെങ്കിൽ കാണാം. വെള്ളം കോരണോ, മസിൽ വരാൻ വെള്ളം കോരണം. അല്ല ഓന് അത് മാറ്റി വെക്കുക. എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ടോ? ഗുഡ് എക്സ്പീരിയൻസ് ആണോ? ഇവിടെ നോക്കൂ. അങ്ങനെ പിള്ളേർ ഇതുവരെ കാണാത്തതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ വന്നിട്ട് ചെയ്യണത്. അവർക്ക് ചെയ്യണമെന്ന് ഒരേ വാശി, മസിൽ വരാൻ വേണ്ടിയിട്ട് ചെയ്യണം. ഞാൻ നേരത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഡെയിലി 2 ബക്കറ്റ് അവൻ കോരും കേട്ടോ. അവനക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഭയങ്കര പ്രൗഡ് മൊമെൻ്റാണ് അവനക്കത് കോരിക്കഴിഞ്ഞാലോ എന്തോ സാധിച്ച പോലെയാണ് കേട്ടോ. അപ്പോൾ നമ്മളതിനെ ഓക്കെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും. ഓക്കെ കറക്റ്റ് നീ ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് വലിയുള്ളി ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പം നെയ്യും എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചിട്ട് അതിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ
അങ്ങനെ എന്താ പറയുക അമർത്തി കഴിഞ്ഞ് അങ്ങനെ പൊടിഞ്ഞ് കിട്ടണം. അത്രയും വരെ നമ്മൾ ഈ ഉള്ളിനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. പിള്ളേർ ഭയങ്കര ബഹളമാണ് താഴത്ത്. എൻ്റെ വോയിസ് ഓവറിൽ ഫുള്ള് പിള്ളേരുടെ ബഹളം ഉണ്ടാവും. ഇനിയിപ്പോൾ കമൻറ്റ് ബോക്സ് ഓഫായി കഴിഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം ഓഫാക്കിയെന്നൊന്നും പറയരുത് പ്ലീസ്. പിന്നെ ഇപ്പുറത്തെ ചട്ടിയിൽ നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ 1.5 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്, 1 കിലോ ബിരിയാണി. ചെമ്മീൻ എത്രയുണ്ടോ അത്രയും ടേസ്റ്റ് കൂടും. ശരിക്കും പറഞ്ഞാൽ ഒരു 2 കിലോ ചെമ്മീനൊക്കെ വേണം കേട്ടോ. നമ്മൾ ഒരു 1.5 കിലോ ബിരിയാണി വെക്കണമെങ്കിൽ നമ്മളിവിടെ 6 നാഴി അരി, അതായത് 1.5 കിലോ ബിരിയാണിക്ക് അരിക്ക് 1.5 കിലോ ചെമ്മീൻ തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉമ്മ പുറത്ത് തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് നമ്മുടെ അരി ചോറാക്കാൻ വേണ്ടിയിട്ട്, അരി വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലോട്ട് വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും വലിയ ജീരകം 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്തി കൊടുത്ത് നമ്മളത് അടച്ച് വെക്കുകയാണ് കേട്ടോ. ഇനി നമുക്കത് തിളച്ച ശേഷം മാത്രമാണ് അരി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 3 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3-4 സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടങ്ങ് സോട്ട് ചെയ്തെടുക്കണം, വഴറ്റിയിട്ടെടുക്കണം. അതിന് ശേഷം ഇവിടെ ഒരു 5 തക്കാളിയാണ്, അത്യാവശ്യം വലിയ തക്കാളിയായിരുന്നു കേട്ടോ. ആ 5 തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം. ഒരു 4-5 വരെയൊക്കെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നടുകെ കയറിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അത് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അതെല്ലാം ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വരട്ടെ തക്കാളിക്ക്. അതിന് ശേഷമാണ് നമുക്കിതിലോട്ട് മസാല ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇവിടെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു 1.5 സ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓരോ പൊടികളും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണ് മുളക് പൊടി കേട്ടോ. പിന്നെ പെപ്പർ പൊടി ഏകദേശം 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മുഴുവനായിട്ടുള്ള ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ദമ്മിടുമ്പോഴും പൊടികൾ ചേർത്ത് കൊടുക്കും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുന്നുണ്ട്. നാരങ്ങയുടെ നീര് ഇതാ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമുക്കിതിലോട്ട് മല്ലിയിലയും അതുപോലെ പുതിനയും കേട്ടോ ഏകദേശം 2 കൈപ്പിടിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ കേട്ടോ, 2 കൈപ്പിടിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം പുളിയുള്ള തൈരായതുകൊണ്ട് നമ്മളിവിടെ ഒരു 1/2 ഗ്ലാസ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നമ്മുടെ ഫിഷ് ബിരിയാണിക്ക് ഒരുപാട് പുളി ഉണ്ടെങ്കിൽ നമുക്ക് അത്ര ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഇനി ഉള്ളതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇത് വാങ്ങിച്ച തൈരായതുകൊണ്ട് നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം 1/2 ഗ്ലാസ്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ഒനിയനിൽ നിന്ന് ഏകദേശം ഒരു 1/4 ഭാഗം എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 6 ഉള്ളിയാണ് കേട്ടോ എടുത്തത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കംപ്ലീറ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ച് നമ്മുടെ ചെമ്മീനും ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് അത് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളത്തിലോട്ട് അരിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ മറന്നു പോയിട്ടോ, കിട്ടിയില്ല കേട്ടോ. ഉള്ളിലും വീഡിയോ ഷൂട്ട് ചെയ്യണ കാരണം. അപ്പോൾ അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെ മസാലയും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗങ്ങളിൽ ബിരിയാണി വയ്ക്കുമ്പോൾ അടുപ്പ് നിർബന്ധമാണ്, ദമ്മിടാൻ കേട്ടോ. അവർക്കത് ശീലമായി, അത് കാരണമാണ്. പിന്നെ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് ആ ഓയിൽ നമ്മളിങ്ങനെ ദമ്മിടാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫ്ലേവറാണ്. അത് എൻ്റെ അനിയത്തി ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണ് ഞാനത് കണ്ടിരിക്കുന്നത്. ഇത് താത്ത ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ പലരുടെയും ഫുഡുകൾ കഴിക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് തന്നെയല്ലേ ഞാൻ കഴിക്കുക. ഉമ്മാൻ്റെയും കഴിക്കാൻ പറ്റി, അനിയത്തിൻ്റെ കഴിക്കാൻ പറ്റി, താത്താൻ്റെ ഇപ്പോൾ ഒരു ഇവിടെ വന്നാൽ അധികം കുക്ക് ചെയ്യാത്ത ഒരാൾ താത്ത മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെയൊക്കെ ഫുഡിരുന്ന് കഴിക്കും. അപ്പോൾ ഇത് ഞങ്ങൾ നിർബന്ധമാക്കി പറഞ്ഞാൽ നീ തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവൾ ഇനി ദമ്മിടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഉള്ളിയിലോട്ട് അവൾ കുറച്ച് ഗരം മസാലയാണ് കേട്ടോ അവിടെ മിക്സാക്കി വെച്ചത്. നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളിയിലോട്ട് നേരത്തെ മിക്സ് ആക്കാണ്ടില്ലേ. അപ്പോൾ പകുതി ചോറ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് ആ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, അതായത് നമ്മൾ ചൂടാക്കാത്ത നെയ്യ് കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ ഐറ്റംസും ഇട്ട് കൊടുത്ത് അതിന് ശേഷം മല്ലിയിലയും പുതിനയിലയും ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ലെയർ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലോട്ട് ഇനി പെപ്പറോ ഗരം മസാല എക്സ്ട്രാ ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഫ്രൈ ചെയ്ത ഉള്ളിയിലേ അത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ വേറെ ഒന്നും ചെയ്ത് കൊടുത്തില്ല. ബാക്കിയുള്ള ചോറും കൂടിയും ഇതിലോട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്.
ഇനി വീണ്ടും അതുപോലെ തന്നെ നമ്മൾ മേലത്തെ ലെയറിൽ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ ഫ്രൈഡ് ഐറ്റംസും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു 20 മിനിറ്റ് നമ്മളിത് ദമ്മ് ചെയ്തെടുക്കുകയാണ്. അരി നമ്മളെപ്പോഴും വേവിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കെയർഫുള്ളായിരിക്കണം. ബിരിയാണി വയ്ക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അത്. അപ്പം നമ്മൾ നന്നായിട്ട് കെയർഫുള്ളായിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇലകളൊക്കെ ചേർത്ത് കൊടുത്തു. ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കാണാൻ എന്തൊരു മൊഞ്ചാണ് അല്ലേ. നമ്മുടെ മലപ്പുറം കോഴിക്കോട് സൈഡിലുള്ള ബിരിയാണികൾക്കാണ് ഇതുണ്ടാവുക. നമ്മുടെ പാലക്കാടിലുള്ള ബിരിയാണിക്ക് ചെയ്യുമെങ്കിലും പക്ഷെ അത് വേറെ ആയിട്ട് എടുത്ത് കാണിക്കില്ല. റൈസ് ഓൾറെഡി ഒരു യെല്ലോയോ റെഡോ കളറായിരിക്കുമല്ലോ അവിടുത്തെ. അത് കാരണം അത് കാണാൻ പറ്റില്ല, മൊഞ്ചുണ്ടാവില്ല കേട്ടോ. ഇത് നല്ല മൊഞ്ചാണല്ലേ കാണാൻ. പക്ഷേ എനിക്ക് 2 ഭാഗത്തെ ബിരിയാണിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമ്മളൊരു 20 മിനിറ്റ് കഴിഞ്ഞു. എല്ലാവരുടെ കുളിയും എല്ലാം കഴിഞ്ഞ ശേഷം വന്നിട്ടാണ് നമ്മളിത് ദമ്മ് പൊട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഉമ്മ മിക്സ് ചെയ്തെടുത്തു കേട്ടോ. അതിന് ശേഷം ഞാൻ ഒന്നുകൂടി മിക്സാക്കി എടുത്തു. കാരണം ഉമ്മ മിക്സ് ചെയ്തത് പകുതി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് മിക്സ് ആക്കിയാൽ തന്നെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റിയൽ ടേസ്റ്റ് വരുള്ളൂ. അങ്ങനെ കുട്ടികൾക്കൊക്കെ സെർവ് ചെയ്ത് അവരൊക്കെ കഴിച്ചു. ഞാനും ഇത്തിയും അനിയത്തിയും കൂടെ കഴിക്കുകയാണ്. നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കിയത് തൈര് മാത്രമാണ്. പപ്പടം വറുക്കാൻ മറന്നുപോയി കേട്ടോ. നല്ല വിശപ്പായിരുന്നു. പിന്നെ അച്ചാറൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ കഴിച്ചത്. പപ്പടം ശരിക്കും ബിരിയാണിക്ക് മസ്റ്റാണല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പിള്ളേരൊക്കെ ഫുഡൊക്കെ കഴിച്ചതാ ഉച്ചയ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. വെയിലായത് കാരണം ഞങ്ങൾ അങ്ങനെ പുറത്തിറക്കാറില്ല. ഉള്ളിൽ തന്നെ മാക്സിമം പിള്ളേരുടെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് തീർക്കേണ്ട വിധത്തിലാണ് കേട്ടോ നമ്മൾ എല്ലാം പ്ലാൻ ചെയ്യാറ്. അങ്ങനെ അവർ ക്യാരംസ് കളിക്കുകയാണ്. അങ്ങനെ ഈവനിങ് കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല അടിപൊളിയൊരു ദിവസമായിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ എണീച്ചത്. അത് കഴിഞ്ഞ് ചായ എല്ലാം കുടിച്ചു. ഇതാണ് നമ്മുടെ റാട്ട മെഷീൻ. നമ്മുടെ റബ്ബർ തോട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒന്ന് വീഡിയോയിൽ കാണിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ ഒരു സ്പെഷ്യൽ കമൻ്റ് ഉണ്ട്. ആ കമൻറ്റിനെ കുറിച്ച് ഞാൻ നാളത്തെ വ്ളോഗിൽ പറയാം കേട്ടോ നിങ്ങളോട്. അപ്പോൾ പിള്ളേരുടെ മുടിയൊക്കെ ചീവി കൊടുക്കുകയാണ് അനിയത്തി അവിടെ ഇരുന്നിട്ട്. റോനിക്കുട്ടിയാണെങ്കിൽ ചപ്പാത്തി കഴിക്കില്ല. നമ്മളിന്ന് രാവിലെ ചപ്പാത്തിയും ചെറുപയറുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ റോനിയും ആമിയും ചപ്പാത്തി കഴിക്കില്ല. അപ്പോൾ അവർക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അവനക്ക് ദോശ ഇഡലിയും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു നീ ഞങ്ങളുടെ നാട്ടിലോട്ട് വാ, ഫുൾ ഡേ അത് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവനോട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അവൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ഇവിടെ ചോറ് റെഡിയാക്കുന്നുണ്ട്. ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെ വെച്ചിട്ട് ഇന്ന് ചക്ക കൂട്ടാൻ ഉണ്ടാക്കുക എന്നുള്ള പ്ലാനാണ്. ഇന്നലെ എളാപ്പ കൊണ്ടുവന്ന ചക്കയാണ് കേട്ടോ അത്. പിന്നെ ആയാൻകുട്ടി റിഹാനും കഴിക്കുന്നുണ്ട്. ജിംന പിള്ളേർക്കും ഫുഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് എത്തിയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ FB, യൂട്യൂബ്, ഇൻസ്റ്റയൊക്കെ പോകുന്ന വഴി കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഫോളോ ചെയ്യണേ.